ഭർത്താവിനെ കൊലപ്പെടുത്തി മൃതദേഹം കഷണങ്ങളാക്കി വനത്തിൽ തള്ളിയ കേസിൽ ഭാര്യയും കാമുകനും അറസ്റ്റിൽ. ഐരോളി സ്വദേശിയായ ബാലിറാം സൂര്യനാഥ് കുശ്വാഹയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ഭാര്യ സുനിത, കാമുകനും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ രാഹുൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് 11 മാസങ്ങൾക്ക് ശേഷം. സുനിതയും രാഹുലും തമ്മിൽ ഏറെക്കാലമായി ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധത്തെ ബലിറാം എതിർത്തതോടെയാണ് ഇരുവരും ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-ന് മക്കളെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയ ശേഷം ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബാലിറാമിനെ ഇരുവരും ചേർന്ന് ശ്വാസം മുട്ടിച്ചും കഴുത്തറുത്തും കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കുന്നതിനായി മൃതദേഹം 3 കഷ്ണങ്ങളാക്കി മുറിച്ച് ബെഡ്ഷീറ്റിലും ചാക്കുകളിലും പൊതിഞ്ഞു. തുടർന്ന് രാഹുലിന്റെ ഓട്ടോറിക്ഷയിൽ കയറ്റി വനപ്രദേശത്തെത്തിച്ച് വിവിധ സ്ഥലങ്ങളിൽ തള്ളി. കൊലപാതകത്തിന് പിന്നാലെ താമസിച്ചിരുന്ന വീട് വാടകയ്ക്ക് നൽകിയ സുനിത മക്കളെയും കൂട്ടി നവി മുംബൈയിലെ ഖാൻസോലിയയിലേക്ക് താമസം മാറുകയും ചെയ്തു. കുടുംബത്തിനെ ഉപേക്ഷിച്ച് വീട് വിട്ടുപോയെന്നായിരുന്നു ബലിറാമിനെ കാണാതായതിന് പിന്നാലെ സുനിത ബന്ധുക്കൾക്ക് നൽകിയ വിശദീകരണം. ഈ വർഷം ഏപ്രിലിൽ ബലിറാമിന്റെ സഹോദരൻ സുനിതയെ സന്ദർശിച്ചതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത്. സഹോദരനെ കുറിച്ച് ചോദിച്ചപ്പോൾ സുനിത നൽകിയ പരസ്പര വിരുദ്ധമായ മറുപടികളിൽ സംശയം തോന്നിയയാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ പ്രതികൾ തുടർച്ചയായി ഫോണുകളും സിം കാർഡുകളും മാറ്റിയിരുന്നെങ്കിലും ഇവരുടെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും തമ്മിലുള്ള നിരന്തര സമ്പർക്കം പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. इसके संपर्क में थी और उसके अनैतिक संबंध में थे और उन दोनों ने मिलके 8 अगस्त के रात को या और 9 अगस्त के सुबह 2025 साल में इसका मर्डर किया है और उसके जो प्रेत है उसके 3 टुकड़े करके एक जगह पे उन्होंने फेंक दी है. പ്രതികളുടെ നിർദ്ദേശപ്രകാരം വനത്തിൽ നടത്തിയ തെരച്ചിലിൽ മൃതദേഹത്തിന്റെ ചില അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.